ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും പെരുന്നാൾ ആശംസകൾ. എല്ലാ ഫ്രണ്ട്സിനും ഈദ് മുബാറക്. ഇന്നത്തെ ഈദ് സ്പെഷ്യൽ എന്ന് പറയുന്നത് വായിൽ രുചിയൂറും മട്ടൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനായിട്ട് ഞാൻ മട്ടൻ എടുത്തിട്ടുണ്ട്. മട്ടൻ നല്ലപോലെ കഴുകിയിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ്. എല്ലോട് കൂടിയ മട്ടൺ പീസാണ് വേണ്ടത്, എങ്കിൽ മാത്രമേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 15ഓളം ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിയും 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് പെരിഞ്ചീരകവും ഗ്രാമ്പ് പട്ട ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഇതിത്രയും കൂടി ഒന്ന് ചൂടായി കിട്ടണം. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഇപ്പോൾ ഞാൻ 15ഓളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇനി വേണ്ടത് സവാള ആണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലപോലെ കളർ കിട്ടണമെങ്കിൽ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഉള്ളി ഒന്ന് വഴറ്റണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു കളർ കിട്ടത്തുള്ളൂ. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2 തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് നല്ലപോലെ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് മട്ടൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ശകലം ഒരു വെള്ള കളറാവുന്ന വരെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം. മൂടി വെച്ച് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ശകലം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ മട്ടൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ബാക്കിയുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മൂക്കണം, എങ്കിൽ മാത്രമേ കറിക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മട്ടണിൽ നല്ലപോലെ മസാലയൊക്കെ പിടിക്കണം. ഇത്രയും മതി. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മട്ടണിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ ശകലം കുറവുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. കാരണം ഓൾറെഡി മസാലയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുള്ളതാണ്. ഇതിലോട്ട് തണുത്ത വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ടാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് 15 മിനിറ്റ് കുക്ക് ചെയ്യാം. മട്ടണൊക്കെ വെന്ത് കിട്ടണം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. മട്ടൺ ഇപ്പോൾ 3/4 വേവ് വന്നിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു പുളി കിട്ടാനായിട്ടാണ്. പിന്നെ അതുപോലെ നല്ല കുറുകി കിട്ടും നമ്മുടെ കറി. തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് 1 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. നല്ല രുചികരമായിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാവരും ഇതുപോലെ മട്ടൻ കറി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മട്ടൻ കറി റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു മട്ടൻ കറി റെസിപ്പിയാണ്. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.